കുംഭമേളയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് കടുപ്പിച്ച മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് തടയാനുള്ള കാരണം സർക്കാർ വ്യക്തമാക്കണം. മാഘം ഭംഗിയായി നടത്തും. ഗവർണറടക്കം നിശ്ചയിക്കപ്പെട്ട എല്ലാവരും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് വ്യക്തമാക്കി. തിരുനാവായിൽ നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ തടഞ്ഞ സർക്കാർ നടപടി ബോധപൂർവമാണെന്നും മറ്റു മതവിശ്വാസികളുടെ അനുഷ്ഠാനങ്ങൾ സ്ഥലത്ത് നടത്താൻ അനുമതി നൽകിയിട്ടുണ്ടെന്നും മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്. ഇതിൻ്റെ സംഘാടന അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ആചാര്യ പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അത് മാഘം ഭംഗിയായി നടത്തും എന്നുള്ളതാണ്. അല്ല, തടയാനുള്ള കാരണങ്ങളൊന്നും ഇപ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവരവിടെ പോലീസിനെ കൂട്ടി അവിടെ പണി നടക്കുന്ന ആളുകളുടെ അടുത്ത് വന്നിട്ട് ഇതിന് പെർമിഷൻ തരാൻ പറ്റില്ല, നിർത്തിവെക്കണം എന്ന് പറയുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും നമുക്കത് തരുമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അവർ പറയുമായിരിക്കും. അപ്പോൾ അവിടെ തന്നെ ഇതിന് തൊട്ട് മുമ്പ് ഈ മണപ്പുറത്തിന് തൊട്ട് മുമ്പാണ് ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ സമ്മേളനം അവിടെ നടക്കുന്നത്. അറിയുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവാം. അതുപോലെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഭംഗിയായി നടന്നു പോകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതിനെതിരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാടാണോ അതോ സർക്കാരിനെ പോലും അവഗണിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിലെടുത്തിരിക്കുന്ന നിലപാടാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. കുംഭമേള നടത്തുന്നതിനായി നേരത്തെ തന്നെ അപേക്ഷ നൽകി അനുമതി ചോദിച്ചിരുന്നെന്നാണ് സംഘാടകർ വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് പ്രദേശത്ത് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതും. കലക്ടർ, ദേവസ്വം മന്ത്രി VN വാസവൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ എന്നിവർ പരിപാടികളുടെ രക്ഷാധികാരികളായിരിക്കെയാണ് ഒരുക്കങ്ങൾ തടഞ്ഞതെന്നും സംഘാടകർ പറയുന്നുണ്ട്. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ജനുവരി 18-ന് നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ കുംഭമേള നടത്തുമെന്നും സംഘാടക സമിതി വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.